നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് താരസുന്ദരിയായ ശ്രീലീലയുടേത്. തെലുങ്കിൽ ഒരുപാട് നല്ല സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ച ശ്രീലീല തന്റെ 24-ാം വയസ്സിൽ 3 കുട്ടികളുടെ അമ്മയായി എന്നത് തന്നെയാണ് താരത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് കാരണമാക്കിയതും. ശ്രീലീല ഇപ്പോൾ തമിഴിൽ അഭിനയിച്ച പരാശക്തി എന്ന ചിത്രം ഇന്ന് ജനുവരി 10-ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ശിവകാർത്തികേയന്റെ നായികയായിട്ടാണ് താരസുന്ദരി എത്തിയിരിക്കുന്നത്. തന്റെ ശബ്ദത്തിൽ തന്നെയാണ് ശ്രീലീല തമിഴ് ഡബ് ചെയ്തിരിക്കുന്നതും. നമ്മൾക്ക് ശ്രീലീലയുടെ വിശേഷങ്ങളൊന്ന് അറിഞ്ഞാലോ? തെലുഗു സിനിമയിലെ നിലവിലെ ഏറ്റവും തിരക്കുള്ള യുവനടിമാരിൽ ഒരാളാണ് ശ്രീലീല. തന്റെ മികച്ച നൃത്തശൈലിയും അഭിനയവും കൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർ തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2001 ജൂൺ 14-നാണ് അമേരിക്കയിലെ മിഷിഗണിൽ ഒരു തെലുങ്കു കുടുംബത്തിൽ ശ്രീലീല ജനിക്കുന്നത്. പിന്നീട് ബാംഗ്ലൂരിലാണ് താരം വളർന്നത്. അഭിനയത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകിയിരുന്ന ശ്രീലീല ഒരു MBBS വിദ്യാർത്ഥിനി കൂടിയാണ്. ചെറുപ്പം മുതലേ ഭരതനാട്യം അഭ്യസിച്ചിട്ടുള്ള അവർ മികച്ചൊരു നർത്തകിയുമായിരുന്നു. 2019 കിസ എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 2021 റോഷൻ മോക്ക നായകനായ പെല്ലി സന്തഡി എന്ന ചിത്രത്തിലൂടെ തെലുങ്കു സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. ഈ ചിത്രം വലിയ വിജയമായില്ലെങ്കിലും ശ്രീലീല എന്ന നായിക അവിടെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് രവി തേജ നായകനായ ധമാക എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീലീലയുടെ കരിയർ മാറ്റിമറിയുന്നത്. ഈ ചിത്രത്തിലെ ഗാനങ്ങളും അവരുടെ നൃത്തവും വലിയ ഹിറ്റായി മാറി. ധമാക എന്ന ചിത്രത്തിന് ശേഷം സ്കന്ദ, ഭഗവന്ത് കേസരി, ഗുണ്ടൂർക്കാരം എന്നീ ചിത്രത്തിൽ പ്രധാന നായികാവേഷത്തിൽ ശ്രീലീല അഭിനയിച്ചു. നിലവിൽ തെലുഗു സിനിമയിലെ ഏറ്റവും മികച്ച നർത്തകിമാരിൽ ഒരാളായാണ് ശ്രീലീല അറിയപ്പെടുന്നത്. കരിയറിനൊപ്പം സ്വകാര്യ ജീവിതവും കൊണ്ടുപോകുകയാണ് ഇപ്പോൾ താരം. തന്റെ 24-ാമത്തെ വയസ്സിൽ തന്നെ 3 കുട്ടികളുടെ അമ്മയാണ് ശ്രീലീല. 21-ാം വയസ്സിലാണ് ഭിന്നശേഷിക്കാരായ 2 കുട്ടികളെ ദത്തെടുത്ത് ശ്രീലീല വളർത്തുന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു കുഞ്ഞിനെ കൂടി ദത്തെടുത്തു. അമ്മയായുള്ള ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരമിപ്പോൾ. ഇത് സോഷ്യൽ മീഡിയയിലെങ്ങും വൈറലാവുകയും ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് കരിയറും മാതൃത്വവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതെന്ന ചോദ്യത്തിന് ശ്രീലീല മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: പൊതുപ്രവർത്തകർ ചെയ്യുന്ന ഏത് നല്ല കാര്യവും ഊതിപ്പെരുപ്പിക്കുന്നു. ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ആ ഭാഗം എപ്പോഴും സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. കുട്ടികളെ ദത്തെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കിസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി 2019 സംവിധായകന്റെ നിർദ്ദേശപ്രകാരം ഒരു ആശ്രമത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അവിടെയായിരുന്നു ഈ കുട്ടികൾ താമസിച്ചിരുന്നത്. കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞാൻ അവരുമായി ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അവരെ കാണാൻ പോയി. കുറച്ചു കാലം അത് ഞാൻ രഹസ്യമായി തന്നെ സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ദത്തെടുക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ഇത് തുറന്നു പറയണമെന്നാഗ്രഹിക്കുകയും സ്ഥാപനത്തെ സമീപിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ എനിക്ക് അംഗീകാരം ലഭിക്കാൻ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അംഗീകാരം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ആളുകൾ ആ ദിശയിലേക്ക് നോക്കിത്തുടങ്ങണമെന്നും ദത്തെടുക്കലിനെ പൂർണ്ണമായി അംഗീകരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. മാതൃസഹജമായ ബോധം തന്നിൽ വളരെ ശക്തമാണെന്നും ശ്രീലീല അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. 2022-ലാണ് ഗുരു, ശോഭിത എന്നീ കുഞ്ഞുങ്ങളെ ശ്രീലീല ദത്തെടുക്കുന്നത്. തുടർന്ന് 2025-ൽ മറ്റൊരു കുഞ്ഞിനെയും ശ്രീലീല ദത്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ പുഷ്പ 2-ലെ ഐറ്റം ഡാൻസിന് ശേഷം ഒട്ടേറെ അവസരങ്ങളാണ് ശ്രീലീലയെ തേടിയെത്തിയിരിക്കുന്നത്. കാർത്തിക് ആര്യൻ, ഇബ്രാഹിം അലിഖാൻ എന്നിവർക്കൊപ്പമുള്ള സിനിമകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പവൻ കല്യാൺ നായകനായി എത്തുന്ന ഉസ്താദ് ഭഗവത് സിംഗിന്റെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുകയും ചെയ്യും. നിലവിൽ ശ്രീലീല അഭിനയിച്ചിരിക്കുന്ന തമിഴ് ചിത്രം പരാശക്തി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിൽ ശിവകാർത്തികേയൻ, അഥർവ, ജയൻ രവി എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സുധാ കൊങ്കരയാണ്.